ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു തണികാമറ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒന്ന് മെഴുക്കുരട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉച്ചയ്ക്ക് ലഞ്ചിനോടൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ ചെയ്യാനും വളരെ കുറച്ച് ടൈം മതി, പെട്ടെന്ന് തന്നെ അങ്ങ് ആവും. പിന്നെ സ്കൂളിലാണേലും ഓഫീസിലൊക്കെ ആണേലും ഉച്ചയ്ക്ക് ലഞ്ചായിട്ടൊക്കെ കൊണ്ടുപോകാനും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് തന്നെ കടന്നാലോ. അപ്പോൾ ഈ 3 പച്ചക്കറിയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് മെഴുക്കുരട്ടുന്നതിന് എടുക്കുന്നത്. ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം, ക്യാരറ്റും ചെറിയൊരു കഷ്ണം, പിന്നെ 2 ചെറിയ സവാളയായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ബീട്രൂട്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്, പിന്നെ ബാക്കി 2 ഇച്ചിരി വീതം എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം കേട്ടോ. പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം. അപ്പം അടുപ്പ് കത്തിച്ച് പാത്രം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ആ പാത്രത്തിലെ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. എണ്ണ ഇച്ചിരി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്കെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 5-6 അല്ലി എടുക്കണം. ഞാൻ നല്ല വലുതായി കാരണം വെറും 4 അല്ലി എടുത്തിട്ടുള്ള കേട്ടോ. ഇച്ചിരി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഇരിക്കുന്ന പച്ചക്കറി തട്ടിയിട്ട് കൊടുക്കാവേ. ഇപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ പച്ചക്കറി എല്ലാം തട്ടിയിട്ട് കൊടുക്കുവാണ്. എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ തട്ടിയിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാനെല്ലാം സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്താണെങ്കിൽ എടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടം പച്ചക്കറികളൊക്കെ. അതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ കട്ട് ചെയ്താണ് ഇടാറ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ ഇടയ്ക്ക് ഞാൻ കുറച്ചിട്ടായിരുന്നു കേട്ടോ ഉപ്പിടുന്ന സമയത്ത്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇത്രയാണ് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എല്ലാം തീ കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാനെല്ലാം മിക്സ് ചെയ്യാറ്. ഇത് നന്നായിട്ട് മിക്സ് ആയെന്ന് കണ്ടതിന് ശേഷം തീ കൂട്ടും. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ തീ കുറച്ചിടുന്നുണ്ട്. തീ സിമ്മിലിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം ഇതിന് വേവിക്കാം. അടച്ചു വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് വരെ അതവിടെ കിടന്ന് തന്നെ വേവട്ടെ. അപ്പം ഞാൻ ഇത് വീടൊന്ന് തുറന്ന് നോക്കുവാണ്. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇത് പരുവമാണ് കേട്ടോ. എല്ലാം വേവെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനൊരു വട്ടം ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ മെഴുക്ക് പുരട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായിരുന്നാലും മറക്കണ്ട. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ.